ശേഖരമാമ റെഡിയായോ? എന്താടോ നിന്റെ അമ്മാവനെന്ന് രാവിലെ തുടങ്ങിയ പരവേശമാണല്ലോ. ഫോൺ വിളിയും ബഹളവും കണക്ക് പുസ്തകങ്ങൾ പരതലും എഴുത്തും കുത്തും. എന്താ അനന്തരവനും അമ്മാവനും കൂടി ഒപ്പിക്കാൻ പോണത്? 10-35 കൊല്ലം മുമ്പ് കണ്ണിത്തറച്ച മുള്ള് അതെടുക്കാനൊരു ചെറിയ സൂചി കിട്ടി. അതിന്റെ സന്തോഷമായി കണ്ടതൊക്കെ. ഹോസ്പിറ്റലിലേക്ക് പോയോ? കഴിക്കുന്നില്ലേ? പിന്നീട് 8-9 കൊല്ലം ശേഖരനകത്ത. അത്രയും കാലം അവന്റെ ഉപദ്രവം ഉണ്ടായില്ല. പിന്നെയോ വാപ്പച്ചി ഫോൺ കിട്ടണില്ല. സുഹൃത്തുക്കൾ വാ, നമുക്ക് മംഗലശ്ശേരിക്ക് പോവാം. കുറെ നേരെ തുടങ്ങിയേക്കണ് ടെലിഫോൺ മക്കളി. ബാബുജി നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഥ പറഞ്ഞോളി. പിന്നെ ഒറ്റയ്ക്കാണെന്ന് വെച്ചിട്ട് ഓവർ ആക്കണ്ട കേട്ടോ. ഓ സോറി. ജയിലിൽ നിന്നും വന്ന ശേഷം ഒരിക്കൽ കൂടി ഞാൻ പോക്കെടുത്തതാ. എന്റെ വാവാ. അങ്ങോട്ടിരിക്കണം ശേഖരൻ. സമയമുണ്ട് തമ്പ്യാരെ, ധൃതിയില്ല. പതുക്കെ പതുക്കെ മതി. ഞാൻ അതിന്റെ ഒരു നിയമവശമാണ് പറഞ്ഞത്. ബാങ്കിന്റെ മേജർ ഷെയറുകളുടെ ഉടമസ്ഥൻ ഇപ്പൊ ശേഖരനാണ്. ഇനി വൈകാതെ ബോർഡ് മീറ്റിംഗ് കൂടി പ്രസിഡന്റ്ഷിപ്പ് അങ്ങ് ഏറ്റെടുക്ക. ഇനി വൈകില്ല നമ്പ്യാർ സാർ, സമയമായി എന്ന് ഞങ്ങൾക്കും അറിയാം. ഇത് മാനേജർ രാധാകൃഷ്ണൻ. പലവട്ടം ചോദിച്ചാണെങ്കിലും എന്തിനായിരുന്നു ശേഖരൻ ധൃതിപ്പെട്ട് ഈ ബാങ്കിന്റെ ഭരണം ഇത്ര വലിയ വില കൊടുത്ത്, എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഡബിൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത് വാങ്ങിച്ചത്? താൻ എനിക്ക് അന്യനല്ല. തൻ്റെ മോൾ എൻ്റെ മകൻ്റെ ഭാര്യയാവുന്നതോടെ നമ്മൾ ബന്ധുക്കളുമായി. ബാങ്കിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ വളരെ മോശമാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ. തൻ്റെ ചെവിയിൽ അതൊന്നും കയറിയില്ല. അതിലെല്ലാം വലിയ എന്തോ ഒരു എനിക്കറിയില്ല. ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലടോ. ഈ അറ്റുപോയ കൈയുമായി ഞാൻ നടക്കണത് കണ്ടില്ലേ? ഒന്ന് വെച്ചുപിടിപ്പിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ചെയ്യില്ല ഞാൻ. എലിയെ പേടിച്ച് ഞാൻ ഇല്ലം ചുടില്ല. പക്ഷേ ഒരു എലിയെ കൊല്ലാൻ ഇല്ലം ചുടണം എന്ന് വെച്ചാൽ ഞാൻ ചുടും. തന്റെ മകന്റെ കാര്യം പറ. ട്രാൻസ്ഫർ ഓർഡറായി. പാലക്കാട് SP. ഓ,
അറിഞ്ഞോ? കൂടി വന്നാൽ 2 3 നാൾ അതിനുള്ളിൽ ചാർജ് എടുക്കും. എക്സാക്ട്ലി. വെച്ച് താമസിക്കണ്ട, ഇനി വൈകാതെ നമുക്കത് നടത്താം. എന്താ? സന്തോഷം. അവന്റെ ജാതകത്തിലെ ആ കുഴപ്പകാലം ദാ ഇപ്പൊ തീരാ. ആ, ഒരു കാര്യത്തിലെ ശേഖരമാമയ്ക്ക് നിർബന്ധമുള്ളൂ. അവക്ക് വേണ്ടി മാത്രം കിട്ടിയ ഹോസ്പിറ്റലാണ് മുണ്ടക്ക സൂപ്പർ സ്പെഷ്യാലിറ്റി. നാളെ ഇവന് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് അവളൂടെ കെട്ടും പട്ടിയായിട്ട് പോകാൻ തുടങ്ങിയാല് പിന്നെ അത് നശിക്കും. അവൾ അത്ര കാര്യമായിട്ടാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഡോക്ടർ ജാനകി എന്ന് കേൾക്കുമ്പോ സീനിയർ ഡോക്ടർമാരടക്കം എല്ലാരും അറ്റൻഷനാ. തന്റെ അല്ലേ സൃഷ്ടി? Yes, Janaki here? Yeah, tell me. Oh, thank you. ഏയ് നോ, അങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്തെടുത്തൊന്നും എത്തിയിട്ടില്ല. വീട്ടുകാർ നിശ്ചയിച്ച് ഉറപ്പിച്ചു. യാ, വെരി കൺവെൻഷണൽ, ദാറ്റ്സ് ഓൾ. ഞാൻ പുള്ളിയെ ഒരു തവണ കണ്ടിട്ടുണ്ട്. യാ, അല്ല നോണയല്ല, ഇറ്റ് വാസ് ലോങ് ബാക്ക്, യു നോ. ആ, അറിയിക്കാവടോ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. യാ, ഓക്കെ ദെൻ, ബൈ. യെസ്, പറയൂ. ഡോക്ടർ സുഹറ ഹൈഡോസ്. ഹൈഡോസ് അല്ല, ഹൈദ്രോസ്. നിന്റെ തന്തയോട് ചോദിച്ചാൽ മതി, മൂപ്പർക്ക് തെറ്റില്ല എന്റെ വാപ്പച്ചിയുടെ പേര്. നടക്ക്. എന്റെ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്, നീ ഒന്ന് നോക്ക്. ECG ഒരു സ്ലൈറ്റ് വേരിയേഷൻ. ഓ, അപ്പൊ കാര്യം നടക്കാൻ ഒറ്റക്കയ്യൻ ശേഖരന്റെ മോളും ശേഖരന്റെ കള്ളപ്പണം കൊണ്ടുണ്ടാക്കിയ ഹോസ്പിറ്റലും വേണമല്ലേ? നീ നടക്ക്. ദാ പിന്നെ എന്റെ പേഷ്യന്റിനെ കാണുമ്പോ നീ ശേഖരൻ നമ്പ്യാരുടെ മോളാവല്ലേ? ഹൂസ് ദാറ്റ്? അമ്മേ, അമ്മ ജാനകി. മനസ്സിലായി, കുട്ടിയായിരിക്കുമ്പോ കണ്ടിട്ടുണ്ട്. നിങ്ങൾ രണ്ടും ഒരുമിച്ചല്ലേ പഠിച്ചത്? Oh, we're batchmates. Doctor, I think we'll discuss about the matter later, okay? വാരമ്മാവൻ ഒരു കൂട്ടർ പറയാ അവിടെ കാണിക്കാൻ, വേറൊരു കൂട്ടർ പറയാ ഇവിടെ കാണിക്കാൻ. എന്താ പറയണേ? ഇവിടെ കിടക്കണോ? ഇല്ല, ഒരു ചെക്കപ്പ്. പരിശോധിക്കുന്നതിന്റെ ദക്ഷിണയാവും. അവിടെ പൈസ അടയ്ക്കാൻ പറഞ്ഞു, അടച്ചിട്ട് അതിന്റെ ഷീട്ട് ഇവിടെ കാണിക്കാൻ പറഞ്ഞു. അത് ഇപ്പൊ എവിടെയാണെന്ന് എനിക്ക് നിശ്ചയില്ല. ദാ, ആ റെസിപ്റ്റ് വാങ്ങിച്ച് ഓഫീസിൽ പോയി അത് ക്യാൻസൽ ചെയ്യാൻ പറയൂ. എന്നിട്ട് ആ പണം ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ശരി മാഡം. ഓ ഓ സുഹ്റ, കം ലെറ്റ്സ് ഗോ. വരൂ അമ്മേ, വരൂ. അതിപ്പോ ലാഭായല്ലോ. ഇത് ശേഖരന്റെ തന്നെയല്ലേ നിർമ്മാണം?